ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് കുടുംബം എന്ന സ്ഥാപനം. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ മോശ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഏറ്റവും അധികം വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒന്നാണ് കുടുംബസ്ഥാപനം. എന്തുകൊണ്ടാണ് കുടുംബത്തിന് ഇത്രമാത്രം പ്രാധാന്യം? നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒന്നത്രേ കുടുംബത്തിൻ്റെ പ്രാധാന്യം. ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഉറപ്പ് പോലിരിക്കും ആ വ്യക്തിയുടെ ഉറപ്പ്. കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥമെങ്കിൽ വ്യക്തികൾ അസ്വസ്ഥമായിരിക്കും, സമൂഹം അസ്വസ്ഥമായിരിക്കും. വളരെയേറെ സ്വപ്നങ്ങളോടെ ആരംഭിക്കുന്ന പല വിവാഹങ്ങളും പൊട്ടിത്തകരുന്നത് എത്ര പെട്ടെന്നാണ്. ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവവചനത്തിൽ ആശ്രയിച്ചു പോകുന്ന കുടുംബങ്ങൾ ഫലപ്രദമായവ ആയിരിക്കുമെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. ആദാം ആദ്യമായി ഹവ്വായെ കണ്ടപ്പോൾ അവളിൽ ദർശിച്ചതാണ് ഒരു മാതൃകാ വിവാഹത്തിൻ്റെ ദൈവിക രേഖാരൂപമായി ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം അത് ചിന്തിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ദൈവോദ്ദേശം ദൈവത്തെ പ്രതിബിംബിക്കുക എന്നതാകുന്നു അത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്നും മാംസവുമായി തക്ക ഒരു തുണയെ സൃഷ്ടിച്ച് നൽകുക വഴി മനുഷ്യനായി ജീവിക്കുവാൻ ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റി ദൈവത്തെ പ്രതിബിംബിക്കുവാൻ ദൈവം തൻ്റെ പ്രതിനിധിയെ മനുഷ്യനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു ചെയ്തത്. ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവോദ്ദേശത്തിലേക്ക് ജീവിത പങ്കാളിയെ കൈകൊടുത്ത് കയറ്റുക എന്ന ഉദ്ദേശമാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിലൂടെ ഒന്നാക്കുക വഴി ദൈവം ചെയ്തത്. പുരുഷനെ ശുശ്രൂഷിക്കുവാനല്ല, പുരുഷനോടൊപ്പം ശുശ്രൂഷിക്കുവാനാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. അവളില്ലാതെ പുരുഷൻ്റെ അവസ്ഥ നന്നല്ല എന്നാണ് ദൈവം പറയുന്നത്. നന്നല്ല. ഇന്നത്തെ പഠനത്തിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയണം. കുടുംബത്തിൻ്റെ പ്രാധാന്യം. ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. ശ്രദ്ധയോടെ ഇത് പഠിച്ചാട്ടെ. സൃഷ്ടിപ്പിലെ അടുത്ത പടി ജീവവിഷയമായവ ആയിരുന്നു, അതായത് ജീവന്റെ സൃഷ്ടി. 1 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നാം കണ്ടത് ദൈവം വലിയ തിമിംഗലങ്ങളെയും സകല ജീവജന്തുക്കളെയും സൃഷ്ടിച്ചു എന്നത്രേ. അവൻ ജീവജന്തുക്കളെ സൃഷ്ടിച്ചു. സത്യത്തിൽ സസ്യങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരുന്നില്ല. പുനർസൃഷ്ടിപ്പിന്റെ സമയത്ത് വിത്തുകൾ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം എന്ന് എനിക്ക് കടുംപിടുത്തമൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇവിടുത്തെ രേഖകൾ നൽകുന്ന ഒരു സൂചന അതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് മാത്രമേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. സൃഷ്ടിപ്പിന്റെ അടുത്ത പടി മനുഷ്യനെ ഉണ്ടാക്കുക എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സ്വാഭാവിക പരിവർത്തനമൊന്നുമില്ല. അതുകൊണ്ട് ഭൂമി മനുഷ്യന്റെ വരവിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 6 വാക്യം വരെയാണല്ലോ ചിന്തിച്ചത്. ഇന്ന് 7 മുതൽ ഈ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ശ്രദ്ധിച്ചു പഠിച്ചാട്ടെ. ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 7 വാക്യം ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി 2:7. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിധം ഇങ്ങനെയായിരുന്നു. ഇവിടെയും ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതിൽ പരിമിതിയുണ്ട്. ശാരീരികമായി മനുഷ്യനെ നിലത്തുനിന്നും എടുത്തതാണ്. 15-16 രാസപദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ശരീരമെന്നുള്ളത് രസകരമായിരിക്കുന്നു. ആ രാസപദാർത്ഥങ്ങളെല്ലാം മണ്ണിലുമുണ്ട്, ഭൂമിയിലുണ്ട്. മനുഷ്യന്റെ ശരീരഭാഗം നിലത്തിലെ പൊടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും വിധത്തിൽ രൂപപ്പെടുത്തി രാസപദാർത്ഥങ്ങളെല്ലാം വേർതിരിച്ചാൽ അതിന് വലിയ വിലയൊന്നും ഇന്നത്തെ കാലത്ത് കിട്ടില്ല. ഈ സത്യം നാം മറക്കരുത്. അത്രയ്ക്കേ നമ്മുടെ ശരീരത്തിന് വിലയുള്ളൂ. കാരണം നമ്മെ നിലത്തിലെ പൊടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നാം വില കുറഞ്ഞവരാകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്.
മനുഷ്യൻ പൊടി എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ശാരീരികമായി അവൻ പൊടിയാണ്, പൊടിയിലേക്ക് അവൻ മടങ്ങിച്ചെല്ലും. എന്നാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ചെല്ലും. എന്തുകൊണ്ട്? കാരണം ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം മനുഷ്യനിലേക്ക് ജീവശ്വാസം ഊതി. ശാരീരികമായതോ മാനസികമായതോ ആയ ജീവൻ ദൈവം മനുഷ്യന് നൽകി. എന്നിട്ടവൻ മനുഷ്യന് ആത്മീയമായ ജീവൻ നൽകി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യനെ തന്റെ സൃഷ്ടാവുമായി അതിമഹത്തായൊരു ബന്ധത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാനുള്ള ശക്തിയുണ്ട്. നമുക്കറിയാവുന്നിടത്തോളം ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ മറ്റ് സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നത് ഈ പറഞ്ഞ പ്രത്യേകതയാണ്. ദൈവദൂതന്മാർ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ അവരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയൂ. നമ്മുടെ പദവി എത്ര വലുതാണെന്ന് ഓർക്കണം. അതോർക്കും തോറും നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ സ്തുതിക്കുവാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന പരിണാമവാദി പറയുന്നത് എന്തെന്നാൽ, നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ വരെ മനുഷ്യൻ വികസിച്ചു വന്നു. ദൈവം അവനിൽ ജീവശ്വാസമൂതിയ ആ അവസ്ഥ വരെ. തുടർന്ന് ദൈവം പരിണാമത്തിലൂടെ വികസിച്ചു വന്ന ആ ഉൽപ്പന്നത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്ന്. എന്തെല്ലാം പറഞ്ഞാൽ തന്നെയും പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു രൂപത്തിനും മനുഷ്യ സംസാരത്തിനോ മനുഷ്യ മനസാക്ഷിക്കോ മനുഷ്യ വ്യക്തിത്വ സവിശേഷതകൾക്കോ വിശദീകരണം നൽകുവാൻ സാധിക്കുന്നില്ല. പരിണാമത്തിന് അല്പമല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 3 കാര്യങ്ങളാണിവ: മനുഷ്യ സംസാരം, മനസാക്ഷി, വ്യക്തിത്വ സവിശേഷതകൾ. ഒരു മനുഷ്യന്റെ അസ്ഥി എടുത്തിട്ട് അത് വല്ല കുരങ്ങിന്റെയോ കുതിരയുടെയോ അസ്ഥിയുമായി താരതമ്യപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. അവ തമ്മിൽ വളരെ ചിന്തിപ്പിക്കുന്ന സാമ്യമുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അതേസമയം തന്നെ അവ തമ്മിൽ വളരെയേറെ വ്യത്യാസങ്ങളും ഉണ്ടെന്നുള്ളത് മറക്കരുത്. ചില സാമ്യങ്ങളുണ്ടെന്ന് തന്നെയാണ് ഞാനും കാണുന്നത്. കാരണം മനുഷ്യരായ നാം ജീവിക്കുന്ന അതേ ചുറ്റുപാടിൽ വേണമല്ലോ ഈ പറഞ്ഞ ജീവികളും ജീവിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി ചട്ടക്കൂട്, അതിന്റെ ചേസിസ് ഒരുപോലെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ അംബാസിഡർ കാറിന്റെയും മാരുതി കാറിന്റെയും ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പുതിയ കാറുകളുടെ എല്ലാം ചട്ടക്കൂട് തമ്മിൽ വളരെ ശ്രദ്ധേയമായ സാമ്യമുണ്ട്. അതിന്റെ ചേസിസ് വളരെ സാമ്യമുള്ളതാണ്. പക്ഷേ നമ്മളത് ഈ കമ്പനിക്കാരോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. അവരോട് പറഞ്ഞാൽ അവർ പറയും, ഓ അങ്ങനൊന്നുമല്ല, അവ തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. എന്നാൽ അവയുടെ ചട്ടക്കൂട് കാണുമ്പോൾ വളരെയധികം സാമ്യമുള്ളതായി നമുക്ക് മനസ്സിലാകും. ആ ചക്രങ്ങൾ ഉറപ്പിക്കുവാൻ ഉതകുന്ന എന്തെങ്കിലും കൊണ്ടുവേണം തുടങ്ങുവാൻ. ഓരോ ചക്രവും ഓരോ മൂലയിലുമായിരിക്കണം. ഒരു പരിധിവരെ ആ ചട്ടക്കൂട് ഒരു ചതുർഭുജമായിരിക്കുകയും വേണം. കാരണം ഇത് രണ്ടും റോഡിലൂടെ ഓടിക്കുവാനുള്ളതാണല്ലോ. അതും നമ്മുടെയൊക്കെ റോഡുകളിലൂടെ. ഒരു കാറിന് ബാലൻസ് ഉണ്ടാകണം, അതിനെ ചലിപ്പിക്കുന്ന ഒരു മോട്ടോർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ പറഞ്ഞ രണ്ടിനും തമ്മിൽ വളരെ സാമ്യങ്ങളുണ്ടെങ്കിലും അവ രണ്ടും ഒരു ഫാക്ടറിയിൽ നിന്നും പുറത്തിറങ്ങിയതാണെന്ന് അർത്ഥമില്ല. മനുഷ്യനും നാം ചിന്തിച്ച ഈ ജന്തുക്കളും തമ്മിലുള്ള സാമ്യത്തിൽ അത്രയ്ക്ക് ഭയങ്കര അതിശയോക്തി കലർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. മനുഷ്യൻ ഒരു വ്യത്യസ്ത ജീവിയാണ്. മനുഷ്യൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നിടത്തേക്ക് ദൈവം ജീവശ്വാസമൂതി. അങ്ങനെ മനുഷ്യനൊരു ജീവനുള്ള ദേഹിയായി തീർന്നു. അത്ഭുതകരവും അതിശയകരവുമായി ഉണ്ടാക്കപ്പെട്ടവനാണ് മനുഷ്യൻ. നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും അതത്രേ. 8-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. ഈ ഏദൻ തോട്ടം എവിടെയായിരുന്നു എന്ന് കൃത്യമായി പറയുവാൻ എന്നെക്കൊണ്ടാവില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയൂ. ടൈഗ്രീസ് യൂഫ്രട്ടീസ് താഴ്വരയിൽ എവിടെയോ ആയിരുന്നിരിക്കും, അതെനിക്കുറപ്പുണ്ട്. ചിലപ്പോൾ ആ താഴ്വര മുഴുവൻ ആയിരുന്നിരിക്കാം. ആദ്യം വളരെയധികം ഫലഭൂയിഷ്ടമായ ഒരു താഴ്വരയായിരുന്നു അത്. അല്ല, ആ കാര്യം പറഞ്ഞാൽ ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ആ പറയുന്ന പ്രദേശം അല്പം കൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ ഇന്ന് ആ പ്രദേശം എവിടെയാണെന്നതിന് ഞാനൊരു വിവരണം നൽകാം. ഫലഭൂയിഷ്ടമായ അർദ്ധ
ചന്ദ്രാകര പ്രദേശം എന്ന് അറിയപ്പെടുന്ന ഒരു ഭാഗമത്രേ അത്. ഒരു സമയത്ത് ആ സ്ഥലങ്ങളിൽ പാർത്തിരുന്ന ജനങ്ങൾ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നു പോലുമില്ല. അവർ നേരെ പോയി കൊയ്ത്ത് നടത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. ധാന്യങ്ങൾ താനേ വളർന്നിരുന്നു എന്നാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. ഭൂമിയുടെ മുഴുവൻ കേന്ദ്രസ്ഥാനമായി ഈ ഭാഗം വീണ്ടുമായി തീർന്നേക്കാം. അതിനുള്ള സാധ്യത വളരെയാണ്. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും അസാധാരണങ്ങളായ വൃക്ഷങ്ങളാണ്. അവയെക്കുറിച്ച് അധികമൊന്നും പറയുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ഇന്നവ ഇല്ലല്ലോ. അവ രംഗത്തു നിന്നും മാറ്റപ്പെട്ടു എന്ന് ചുരുക്കം. ദൈവം ഓരോ വൃക്ഷങ്ങളും മുളപ്പിച്ചു. മാത്രമല്ല, വൃക്ഷങ്ങൾ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായിരുന്നു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അവയുടെ ഭംഗിയും പ്രായോഗിക വശവും ഒരുമിച്ച് ചേർത്ത് ഇവിടെ കാണുന്നു. അതത്രേ ഏദൻ തോട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ചില മനോഹരങ്ങളായ വൃക്ഷങ്ങളുണ്ടായിരുന്നു, എന്നാൽ അവ പ്രയോജനമുള്ളവയുമായിരുന്നു. മനുഷ്യന്റെ വീഴ്ച മൂലമുണ്ടായ ശാപത്തിന് ശേഷവും ഈ ഭൂമുഖത്ത് എത്രമാത്രം മനോഹാരിത നാം കാണുന്നു. മുള്ളും പറക്കാരിയും ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതുപോലെ മനോഹരമായ സ്ഥലം വേറെ എവിടുണ്ട് സുഹൃത്തെ? അങ്ങനെയെങ്കിൽ ഏദൻ തോട്ടം എത്ര മനോഹരമായ സ്ഥലമായിരുന്നിരിക്കണം. ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണെന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇനി ഞാൻ വായിക്കാം. ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ ബൈബിളിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേര്. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. 2-ാം നദിക്ക് ഗിഹോൻ എന്നു പേര്. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദക്കേൽ എന്നു പേര്. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. കൂശ് ദേശം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എത്യോപ്യയാണെന്ന് മറ്റ് പല ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദേശം ചുറ്റുന്ന നദിയായി വിവരിച്ചിരിക്കുന്നത് നൈൽ നദിയാണ്. ഹിദ്ദേക്കൽ എന്നത് ഇന്നത്തെ ടൈഗ്രീസ് നദിയും ഫ്രാത്ത് എന്നത് ഇന്നത്തെ യൂഫ്രട്ടീസ് നദിയുമാണ്. ഏദൻ എന്നതിന് മൂലഭാഷയിൽ താഴ്വര എന്ന അർത്ഥമാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന തോട്ടം ഒരു താഴ്വരയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ 2 നദികളെങ്കിലും ഇന്ന് അറിയപ്പെടുന്നവ ആണെന്നതിനാൽ ഏദൻ തോട്ടത്തിന്റെ ഏകദേശ സ്ഥാനം നമുക്ക് ഊഹിക്കുവാൻ സാധിക്കുമെന്നത്ര ഞാൻ കരുതുന്നത്. ഹിദ്ദക്കേൽ അഥവാ ഇന്നത്തെ ടൈഗ്രീസ് അർമീനിയയിലെ പർവ്വതങ്ങളിൽ നിന്നാരംഭിച്ച് 1146 മൈലുകൾ മെസപ്പൊത്തോമിയൻ താഴ്വരയിലൂടെ ഒഴുകി പേർഷ്യൻ സമുദ്രത്തിന്റെ 40 മൈൽ വടക്ക് ഫ്രാത്ത് അഥവാ യൂഫ്രട്ടീസ് നദിയിൽ ചേരുന്നു. യൂഫ്രട്ടീസാണ് പശ്ചിമേഷ്യയിൽ ഉള്ളതിലേക്കും വലിയ നദി. 1200 മൈൽ നീളമുള്ള ഈ നദിയെക്കുറിച്ച് നാം വീണ്ടും കാണുന്നതാണ്. ഈ 2 നദികൾ ചേരുന്ന സ്ഥലമാണ് ഫലഭൂയിഷ്ടമായ അർദ്ധ ചന്ദ്രാകാര താഴ്വരയെന്നറിയപ്പെട്ടിരുന്നത്. പേർഷ്യൻ സമുദ്രത്തിന് വടക്കാണ് ഈ പ്രദേശം. പുരാതന സംസ്കാരങ്ങളുടെ കേന്ദ്രസ്ഥാനമായിരുന്നു ഈ പറഞ്ഞ സ്ഥലമെന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇനിയും 15-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. മനുഷ്യന് സർവത്തിനെയും വാഴുവാൻ അധികാരമുണ്ടായിരുന്നു. അവന്റെ ആജ്ഞകളോട് പ്രകൃതി ശക്തികൾ പോലും പ്രതികരിച്ചു എന്നതാണ് വാസ്തവം. 16-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. 17 കൂടെ നോക്കിക്കാട്ടെ. 17-ാം വാക്യം. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യൻ മരിക്കണമെന്നതല്ലായിരുന്നു ദൈവത്തിന്റെ ആദ്യത്തെ ഉദ്ദേശം. എന്നാൽ മനുഷ്യനെ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തിവിടുകയാണ്. മനുഷ്യന് സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷിയുണ്ട്. പദവി എപ്പോഴും ഉത്തരവാദിത്വം സൃഷ്ടിക്കുന്നു എന്നറിയാമല്ലോ.
സ്വതസിദ്ധ പ്രമാണ രീതിയിലുള്ള വാസ്തവമായ ഒരു പ്രസ്താവനയത്ര ഇത്. സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷി നൽകിയതിനു ശേഷം അത് ലഭിച്ച മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുവാൻ ഒരു പരീക്ഷണം കൂടെ നടത്തുന്നു. അതിനകത്തെന്താ തെറ്റ്? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം വിഷമായിരുന്നിരിക്കണം എന്ന്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ്. ആ തോട്ടത്തിലുള്ളതിലേക്ക് ഏറ്റവും രുചിയുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ഫലം ഈ മരത്തിലായിരുന്നിരിക്കാം. ദൈവം പറയുകയാണ്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ. മനുഷ്യൻ ഒരു തൃത്വമാണെന്നും അവൻ 3 വിധത്തിൽ മരിക്കേണ്ടതുണ്ടെന്നും നാം ഓർത്തിരിക്കേണ്ടതത്രേ. ഈ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞ് 900 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് ആദാം ശാരീരികമായി മരിച്ചത്. എന്നാൽ ദൈവം അരുളി ചെയ്തത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നത്രേ. മരണമെന്നാൽ വേർപാട് എന്നത്രേ. തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്ന അതേ സമയം തന്നെ ആദാം ദൈവത്തിൽ നിന്നും ആത്മീയമായി വേർപെട്ടു. നിങ്ങളത് ഉറപ്പായി വിശ്വസിച്ചു കൊള്ളുക. അതിൻ്റെ തെളിവുകളാണ് നാം 3-ാം അധ്യായത്തിൽ കാണുവാൻ പോകുന്നത്. മരിച്ചു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു എന്നുള്ളതിൻ്റെ വിവരണം. 18-ാം വാക്യം നോക്കിക്കാട്ടെ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഒരു സമയത്തേക്ക് മനുഷ്യനെ തനിയെ തോട്ടത്തിലാക്കിയിരുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. തനിക്കൊരാവശ്യമുണ്ടെന്ന് കാണിക്കുവാനാണ് അങ്ങനെ ചെയ്തത്. മനുഷ്യന് ഒരാവശ്യമുണ്ടെന്ന് കാണിക്കുവാൻ. അതെ, തന്നോടൊപ്പം ആയിരിക്കുവാൻ ആരെങ്കിലും ആവശ്യമാണെന്ന ബോധം മനുഷ്യനിൽ ഉണ്ടാകണം. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവർക്ക് എന്തു പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ഈ ജീവജാലങ്ങൾക്കെല്ലാം പേരിടുവാൻ തക്കവണ്ണം മനുഷ്യൻ അത്ര സമർത്ഥനായിരിക്കണമായിരുന്നു എന്നോർക്കുക. അല്പം ഭാവന കലർത്തി തന്നെ ആ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ വളരെ പ്രയോജനം ചെയ്യും. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ഇത് വീണ്ടും ചിന്തിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്. പുരുഷന് ഒരു തുണ അല്ലെങ്കിൽ ഒരു സഹായി, ഇത് ഒരു പാർട്ട്ണർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സഖി. സ്ത്രീയെ ഇവിടെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അവനോട് പ്രതികരിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്യുന്ന അവന്റെ പ്രതിരൂപം, ഒരു സഹായി, ഒരു പാർട്ട്ണർ, പങ്കാളി, പുരുഷന്റെ മറ്റേ പകുതി. ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുന്നതുവരെയും വാസ്തവത്തിൽ പകുതി മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്റെ ജോലി, എങ്കിലും വിവാഹം കഴിക്കണമെന്നത്രേ പുരുഷനെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും ദൈവത്തിന്റെ ഹിതം. പുരുഷനോട് പ്രതികരിക്കുന്നവളായിരിക്കണം സ്ത്രീ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. ഇനിയും നമുക്ക് ഈ സ്ത്രീയുടെ സൃഷ്ടിയെക്കുറിച്ച് ഒന്ന് നോക്കാം. 21-ഉം 22-ഉം വാക്യങ്ങൾ. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്ത്രീയെ ആദാമിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ആദാമിന്റെ വശത്തുനിന്നും ആദാമിന്റെ വാരിയെല്ലിൽ ഒന്നെടുത്ത് സ്ത്രീയാക്കി. ഡോക്ടർ മാത്യു ഹെൻറി എന്ന വേദപണ്ഡിതൻ പറഞ്ഞത്, പുരുഷനെ ഭരിക്കാതിരിക്കേണ്ടതിന് ദൈവം സ്ത്രീയെ പുരുഷന്റെ തലയിൽ നിന്നുമല്ലെടുത്തത്, പുരുഷനേക്കാൾ കുറഞ്ഞതായി കാണാതിരിക്കേണ്ടതിന് അവന്റെ കാലുകളിൽ നിന്നുമല്ലെടുത്തത്, പിന്നെയോ അവനോട് സമമായിരിക്കുവാൻ അവന്റെ വശത്തു നിന്നുമാണ് എടുത്തത്. നല്ല ചിന്തയാണല്ലേ? അതുകൊണ്ട് സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ കുറഞ്ഞവരായി കാണുന്നത് തെറ്റാണ്. അവർക്ക് പരിമിതികളുണ്ടെന്നുള്ളത് ശരിയാണ്. അവൾ പുരുഷന്റെ പകുതിയായിരിക്കും എന്നത്രേ ഇവിടെ നാം കാണുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീനെന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അവൻ അർത്ഥമാക്കിയത് ഇതുതന്നെയാണ്. അവൾ അവനോട് എല്ലാ നിലയിലും പ്രതികരിക്കണമെന്നും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അത്രേ അതിന്റെ അർത്ഥം. പുരുഷന്റെ ഒരു പകുതിയാണ് സ്ത്രീ, അതായത് മറ്റേ വശം. അവളെ കൂടാതെ പുരുഷൻ പകുതി മനുഷ്യൻ മാത്രമാണ്. എന്നെ വിശ്വസിക്കൂ, ഹൗവ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. പല പടങ്ങളിലും ചിത്രീകരിച്ചിരിക്കുന്ന പ്രാചീന കാട്ടുമനുഷ്യരെ പോലെ വികൃതമല്ലായിരുന്നു ഹൗവ.
ഇന്നും സൗന്ദര്യമുള്ള ഏതൊരു സ്ത്രീക്കും നമ്മുടെ വല്യമ്മച്ചിയിൽ നിന്നുമത്രേ ഈ സൗന്ദര്യം ലഭിച്ചത്. അവൾക്കില്ലാതിരുന്ന സൗന്ദര്യം ഒന്നുമില്ലായിരുന്നു. അവൾ ആദാമിന്റെ മറ്റേ പകുതിയായിരുന്നു. 23 വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. പുരുഷനെയും സ്ത്രീയെയും ഇവിടെ വിളിച്ചിരിക്കുന്ന പേരുകളുടെ സാമ്യം നോക്കിക്കേ, നരനും നാരിയും. അതുകൊണ്ട് തന്നെ ആ ബന്ധം വ്യക്തമാകുന്നുണ്ടല്ലോ. പുരുഷൻ നേതൃത്വമെടുക്കണമെന്നത്ര ദൈവം ആഗ്രഹിച്ചത്. ദൈവം പുരുഷനെയാണല്ലോ ആദ്യം സൃഷ്ടിച്ചത്. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷനെ അനുഗമിക്കുവാൻ തന്നെയാണ്. മുന്നേറ്റം നടത്തുന്നവൻ അല്ലെങ്കിൽ മുൻപേ പോകുന്നവൻ അഥവാ മുൻകൈ എടുക്കേണ്ടത് പുരുഷനാണ്. സ്ത്രീ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും. ഇനി ശ്രദ്ധിക്കുക, തെറ്റിദ്ധരിക്കരുത്. സ്ത്രീ തന്റെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ദൈവം പറഞ്ഞത് സ്ത്രീ പുരുഷനോട് എല്ലാ വിധത്തിലും ശരിയായ രീതിയിൽ പ്രതികരിക്കണമെന്നത്രേ. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ തീർച്ചയായും ഭാര്യയും സ്നേഹിക്കും. അല്ലാത്തവരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കണ്ടേക്കാം. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഭാര്യയോട് ശരിയാവണ്ണമാണോ ഇടപെടുന്നത്? നിങ്ങൾ നൽകുന്ന നേതൃത്വം ശരിയായതാണോ സുഹൃത്തെ? പലരും ഭാര്യയെ ഒരു വ്യക്തി എന്നതിലുപരി ഏതോ ഒരു വസ്തു എന്ന പോലെയാണ് കാണുന്നത്. 24 വാക്യത്തിലേക്ക് വന്നാട്ടെ. 24 വാക്യം, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, തന്റെ ഭാര്യയോട് ഉത്തരവാദിത്വം ഉള്ളവനെന്ന നിലയ്ക്ക് ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുന്നു. ബന്ധത്തിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരു ബന്ധം വന്നതിനാൽ പുരുഷൻ മേലിൽ തന്റെ മാതാപിതാക്കന്മാരുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ നാട്ടിലെ മിക്ക ഭവനങ്ങളിലും പ്രശ്നത്തിന്റെ മൂലകാരണം ഈ വസ്തുത വേണ്ടും വണ്ണം മനസ്സിലാക്കാത്തതല്ലേ? ഇത് പ്രകൃതി നിയമമാണ് സുഹൃത്തെ. ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ളതിനേക്കാളും നിയന്ത്രണം ഭർത്താവിന്റെ അപ്പനും അമ്മയ്ക്കും ആയിരിക്കും. മകന്റെ ഭാര്യയ്ക്ക് മകന്റെ മേൽ ഒരു വിധത്തിലും അവകാശമില്ലെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന അമ്മമാർ എത്ര വലിയ ദോഷമാണ് ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിനെതിരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. സകല കാര്യത്തിലും ഇടപെടുന്ന അമ്മാവിയമ്മ മക്കളുടെ മേൽ നിയന്ത്രണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. മക്കൾ എല്ലാം കെട്ടും പൊട്ടിച്ചു പോകണം എന്നും ഞാൻ അർത്ഥമാക്കിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായീകരണം ഉണ്ടായി എന്ന് വന്നേക്കാം. നിങ്ങളുടെ ഇടപെടൽ പ്രശ്നം മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിന്തിക്കുക, അത് ഒരു പരിഹാരം വരുന്നതുവരെ നിർത്തിവെക്കുക. ചിലരുടെ ചിന്ത തങ്ങളുടെ കയ്യിൽ നിന്നും വീട്ടിലെ നിയന്ത്രണം പോയാൽ എല്ലാം അവതാളത്തിലാകുമെന്നാണ്. അതുകൊണ്ടെന്താ? തലവേദനയല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മറ്റുള്ളവരെ വിശ്വസിക്കൂ സുഹൃത്തെ. നിങ്ങൾ ഇന്ന് മരിച്ചാൽ സ്ഥിതി എന്താകും? മറ്റുള്ളവരെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കൂ. ദൈവം നിയമിച്ചിട്ടുള്ളതിനപ്പുറം നാം നിയമം കൊണ്ടുവരാതിരിക്കൂ. അത് പ്രായോഗികമല്ല. ഈ 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. തിരുവചനത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവർ ഏതോ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരുന്നു എന്നത്രേ. പുരുഷന്റെയും സ്ത്രീയുടെയും സൃഷ്ടിയെ സംബന്ധിച്ചുള്ളതിലേക്കും ഏറ്റവും മഹത്തായ രേഖയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വാസ്തവമായി ദൈവം ഒന്നിച്ചു ചേർത്ത ഒരു കുടുംബം ഇതാ ഇവിടെ നാം കാണുന്നു. തന്റെ ജനം അനുസരിക്കുന്നതിനായി ദൈവം നൽകിയ ഏതാനും കാര്യങ്ങളുണ്ട്. അങ്ങനെ ദൈവം മനുഷ്യവർഗത്തിന് വിവാഹം നൽകി. ആധുനിക മനുഷ്യൻ പൊട്ടിച്ചെറിയുവാൻ ശ്രമിക്കുന്ന ബന്ധങ്ങളിൽ ഒന്നത്രേ വിവാഹം. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക എന്ന് 2-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്താണ് മനുഷ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അവൻ ദൈവത്തെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുവാൻ ശ്രമിക്കുകയാണ്. കാരണം വിവാഹം സ്ഥാപിച്ചത് ദൈവമാകുന്നു. സ്ത്രീയുടെ സൃഷ്ടിപ്പ് പരോക്ഷമായ ഒന്നായിരുന്നു. അവൾ പുരുഷന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവം സ്ത്രീയെ പുരുഷനിൽ നിന്നാണ് എടുത്തത്. പുരുഷന് വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചു എന്നതാണ് ഏറ്റവും മനോഹരമായ വിവരണം. ഈ അധ്യായത്തിലെ വിഷയങ്ങൾ തികച്ചും അത്ഭുതകരമാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, അവനെ ആക്കുന്ന സ്ഥലം, അവന്റെ ജോലി, ഉത്തരവാദിത്വത്തോടെ അവനായിരിക്കുമ്പോഴത്തെ അവസ്ഥ, ഒരു തുണ അവൻ ആവശ്യമായി വരുന്നത്, ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്, ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു മമത അഥവാ ഐക്യമുണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത, ദൈവം അരുളി ചെയ്യുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീനെന്ന്. ഇതത്ര സൃഷ്ടിപ്പിന്റെ ചരിത്രം. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
തക്ക തുണയെ ഉണ്ടാക്കി തന്ന ദൈവം അവരെ ഒരുമിപ്പിച്ചതിനെക്കുറിച്ചാണ് നാം കണ്ടത്. അവിടെ അവർ ഒന്നായിത്തീർന്നു, ഒരു ശരീരമായി. അവിടെ സുതാര്യതയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതെ, കുടുംബം അനുഗ്രഹമാകുവാൻ ദൈവം കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി വരണം. ഇന്ന് നാം പഠിച്ച ഈ വിഷയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കുടുംബങ്ങളായി അനുഗ്രഹിച്ച അവിടുത്തെ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. പലപ്പോഴും തമ്മിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ പല കുടുംബങ്ങളിലും വളരെയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ കർത്താവെ, ദൈവം ഞങ്ങളെ ആക്കി വെച്ച അതേ ഉദ്ദേശത്തിലേക്ക് ഒരുമിച്ച് മുന്നേറുവാൻ ഭാര്യയ്ക്കും ഭർത്താവിനും സാധിക്കേണ്ടതിന് സ്വർഗീയമായിട്ടുള്ള ജ്ഞാനം അവർക്ക് നൽകണമേ. ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിലനിൽപ്പാൻ അവിടുത്തെ സഹായിക്കണമേ. ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട കുടുംബങ്ങളായി തീരുവാൻ ഓരോ കുടുംബങ്ങൾക്കും നീ കൃപ നൽകണമേ. കർത്താവെ, ഞങ്ങൾ സ്വയപരിശോധനയോടെ മുൻപോട്ട് പോകുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവെ അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.